ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും എവിൾ നണ്ണായിട്ട് തന്നെയായിട്ട് വന്നേക്കണേ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിതിനകത്ത് മാസ്ക് കളക്ട് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെനിക്ക് കളയേണ്ടി വന്നു ഗൈസ്. അത് വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, നമ്മൾ എന്നാ ഇടാൻ വെച്ച വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആയി പോയി ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് മാസ്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഗൈസ്. ഓക്കെ ഓക്കെ നമ്മൾ ഡേ 1 ആയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, ഡേ 1 ഗൈസ്. എങ്ങനെയും നമുക്ക് മാസ്ക് പീസസ് കംപ്ലീറ്റ് ആക്കണം. അത് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ബലൂൺ എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, എനിക്കിപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം ഗൈസ്. ഈ മാസ്കിൻ്റെ സംഭവത്തിലൊക്കെ നമുക്ക് മാസ്കിൻ്റെ ചലഞ്ചൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം അറിയാം. കാരണം നമ്മൾ ആദ്യം കളിച്ചതാണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും മേളിൽ പോയിട്ട് നമുക്കവിടെ ഒരു കേബിൾ വെക്കാനുണ്ട് ഗൈസ്. എന്നാലാണ് ഇലക്ട്രിസിറ്റി വർക്കാവുള്ളൂ. ഓക്കെ, അമ്മച്ചി താഴെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മച്ചി അവിടെ എങ്ങാണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ കേബിൾ ഓക്കെ കേബിൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സ്മോൾ കേബിൾ. ഓക്കെ, നമുക്ക് ഈ കേബിൾ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഇലക്ട്രിസിറ്റി വർക്കാക്കണം ഗൈസ്. ഓക്കെ ഓക്കെ അത് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഗൈസ്. അമ്മച്ചിയോടെ ഗൈസ്, അമ്മച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്. പുള്ളിക്കാരത്തി ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ സാധനം പയ്യൻ കൂടെ നീക്കി വയ്ക്കാം. അപ്പോൾ ഇന്ന് ശബ്ദം കിട്ടാൻ എന്തായാലും അമ്മച്ചി ഇങ്ങോട്ട് വരും ഗൈസ്. നമ്മുടെ പഴയ ഒരു ട്രിക്ക് തന്നെയാണ് ഗൈസ് ഞാൻ നോക്കാൻ പോണേ ഗൈസ്. വേറൊന്നുമല്ല, അമ്മച്ചി ഇവിടെ വന്നിട്ട് പോകുമ്പോൾ അമ്മച്ചിയുടെ പുറകെ പോകണം. എന്നിട്ട് താഴെ പോയിട്ട് നമുക്ക് ഒരു സ്വിച്ച് ഉണ്ടല്ലോ ഗൈസ്. ആ സ്വിച്ച് നമുക്ക് അമർത്തണം. എന്നാലാണ് ഇവിടുത്തെ ഗേറ്റ് എല്ലാം ഓപ്പൺ ആവുള്ളൂ ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്മച്ചിനെ കബളിപ്പിച്ച് നമുക്ക് വീണ്ടും മേളിലേക്ക് വരണം. വീണ്ടും അവിടെ നിന്ന് ആ മീൻ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഈ അടുക്കളയുടെ അപ്പുറം കണ്ടു ഗൈസ്. അപ്പുറം നമുക്ക് കൊണ്ട് ആ മീൻ ഇടണം. ആ മീനിട്ട് അവിടെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അമ്മച്ചി എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും നിൽക്കുള്ളൂ ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വഴി പോകണം, വേഗം പോകണം. ഓക്കെ, ലെറ്റ്സ് ഗോ. വേഗം പോകണം ഗൈസ്. അമ്മച്ചി ഇവിടെ ഉണ്ടോ? അമ്മച്ചി അതിൽ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് ഓണാക്കണം. വേഗം ഈ വഴി വെക്കൂ. കാരണം അമ്മച്ചി ആ ശബ്ദം കേട്ട് എന്തായാലും ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഈ വഴി പോകണം. അമ്മച്ചി ഈ വഴി വരുമോ എന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വഴി പോവാം. ഓക്കെ ഗൈസ്, ഈ ശബ്ദം കേട്ട് അമ്മച്ചി ഇപ്പം തന്നെ ഇവിടെ വരും ഗൈസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം. ഓക്കെ ഗൈസ്, അമ്മച്ചിനെ കാണാനില്ലല്ലോ ഗൈസ്. അമ്മച്ചി എവിടെ? ഗൈസ്, അമ്മച്ചി ദേ അടിയുടെ വന്നു ഗൈസ്. ഓ, ദേ നിൽക്കുന്നു ഗൈസ്. ഞാൻ അമ്മച്ചി അതിൽ വരുന്നെന്ന് വിചാരിച്ച് അവിടെ നിൽക്കുമായിരുന്നു. അമ്മച്ചി അടിയുടെ വന്നു ഗൈസ്. ഓക്കെ ദേ ഗൈസ്, അമ്മച്ചി അടിയുടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതാണ് പറ്റിയ സമയം. നമുക്ക് ഈ സമയം നോക്കി മേളിലേക്ക് കയറി പോകണം. മേളിൽ പോയിട്ട് അവിടെ നിന്ന് ആ മീൻ എടുക്കണം ഗൈസ്. ഓക്കെ, ഞാനായിട്ട വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. ഓക്കെ, ഈ വാതിൽ തുറന്നിടണം. ഓക്കെ ഗൈസ്, നമുക്ക് ആ മീൻ എന്തായാലും എടുക്കാം. ഈ മീനാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കൊണ്ടുപോയി അടുക്കളയുടെ അപ്പുറം കൊണ്ട് ഇടണം ഗൈസ്. അപ്പോൾ അമ്മച്ചി അവിടെ തന്നെയാണ് നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാസ്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും ഗൈസ്. ഓക്കെ, ഈ മാസ്ക് ഈ മാസ്കും പോയിട്ട് ഈ മീൻ എന്തായാലും ഇവിടെ കിടക്കട്ടെ ഗൈസ്. അതിനകത്തുനിന്ന് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇവിടെ പോയി ഒളിച്ച് നിൽക്കാം ഗൈസ്. ഓക്കെ, അതായിരിക്കും നല്ലത്. നമ്മളെന്തായാലും ഇവിടെ ഒന്ന് ഒളിച്ച് നിന്നിട്ടുണ്ട്. ഓക്കെ 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 ഗൈസ്, അമ്മച്ചി വരും. ഇപ്പം തന്നെ അമ്മച്ചി വരാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം ഗൈസ്, വെയിറ്റ് ചെയ്യാം ഗൈസ്. ഈ മാസ്ക് കണ്ടുപിടിക്കണത് അത്യാവശ്യം നല്ല പാടാണ്. അതിനകത്ത് എനിക്ക് കുറച്ചും കൂടി പാടായി തോന്നിയ മറ്റു സംഭവമാണ് ആ പിങ്ക് കീ വെച്ചിട്ടൊരു വാതിൽ തുറക്കണ്ട ഗൈസ്. നമ്മുടെ പേര് കൊണ്ട് എഴുതിയൊരു വാതിലുണ്ട്, അത് തുറക്കണം. ഓ ഗൈസ്, അമ്മച്ചി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അവിടെ നിന്ന് ആ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോകണം ഗൈസ്. ഇവിടെയാണ് നമ്മുടെ മാസ്കിൻ്റെ കളി നടക്കുന്നത് ഗൈസ്. ഈ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഓക്കെ, അത് ഗൈസ് നമുക്കിത് വുഡ് വെച്ച് അടച്ചു വെക്കണം ഗൈസ്. എങ്ങാനും അമ്മച്ചി ഇങ്ങോട്ട് വന്ന് വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും. അതിനു വേണ്ടിയാണ് ഗൈസ് ഇവിടെയൊക്കെയാണ് നമ്മൾ മാസ്ക് വെക്കേണ്ടത്. ഇത് നമുക്ക് എന്തായാലും ഇവിടെ പ്ലേസ് ചെയ്യണം ഗൈസ്. നമ്മളെല്ലാം പെട്ടെന്നായിരിക്കും ഗൈസ്. കാരണം ഞാൻ കുറേ വീഡിയോ എടുത്തു ഗൈസ്, അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. അതുകൊണ്ടാണ് ഇത് ആദ്യം തൊട്ട് ഒന്നുകൂടിയും കളിക്കുന്നത് ഗൈസ്. നമുക്ക് ഫസ്റ്റ് വരുന്ന മിഷൻ ഏതാണ്? ഓ ഗൈസ്, നമുക്ക് സാത്താനിക് റിച്വലാണ് ഗൈസ് ഫസ്റ്റ് ടൈം വന്നേക്കുന്നത് ഗൈസ്. ഇത് അത്യാവശ്യം പാടാണ്. കാരണം നമ്മൾ മേളിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്, കാണിച്ചു തരാം. പറയുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് എന്തായാലും മേളിലേക്ക് പോകണം. ഓക്കെ, ഇത് അത്യാവശ്യം ഒരു സീനായിട്ടുള്ളൊരു എസ്കേപ്പ് അല്ല, ഒരു ചലഞ്ചാണ് ഗൈസ്. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും മേളിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, മേളിലേക്ക് പോകണം.
മേളിലേക്ക് പോവാം ഗൈസ്. വാലൂർക്കടാ. ഓക്കെ, നമുക്ക് മേളിലേക്ക് പോകണം ഗൈസ്. അമ്മച്ചി മിക്കവാറും അവിടെ തന്നെ ആയിരിക്കും, ആ മീനിൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും അമ്മച്ചി. ആ മീനും കൊണ്ട് അങ്ങനെ ഒരു ഗുണമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. ഓക്കെ ഓക്കെ, ഈ ഡോറാണ് ഗൈസ്. ഈ ഡോർ നമ്മൾ തുറന്നു ഗൈസ്. ഇവിടെ കണ്ട, ഇതാണ് നമ്മൾ ഓക്കെ സ്കെലട്ടൻ ബോഡി എന്നാണ് കൊടുത്തേക്കുന്നത് ഗൈസ്. ഇവിടെ എന്തൊക്കെയോ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതെന്താണ്, മാനാ ഗൈസ്? എന്തൊക്കെയോ സിമ്പിളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗൈസ്. ഇവിടെ നമുക്ക് ഇതെന്താണ്? ഓ ഗൈസ്, ഇതാ മറ്റേ ഇതിന് കൊടുക്കണം. ഓ ഗൈസ്, അതിൻ്റെ തുണിയാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് 2 സാധനം കൂടി കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. ഓക്കെ, ഒരെണ്ണം ഒരു ആടിൻ്റെ തലയാണ് ഗൈസ്, പിന്നെ ഒരെണ്ണം ഗൈസ് ഇവിടെ തൂക്കിയിട്ടാണ് ഈ സംഭവം കണ്ടത് ഗൈസ്. ഇതിൻ്റെ പുറത്ത് കണ്ടോ നിങ്ങൾ, ഒരു ചിറക് പോലത്തെ, ആ ചിറക് നമുക്ക് എടുക്കണം ഗൈസ്. അതിനു മുമ്പ് ആ സാധനം കട്ട് ചെയ്ത് താഴത്തേക്ക് ഇടണം. അതിന് നമുക്ക് മറ്റേ ലോക്കർ കോഡ് വേണം ഗൈസ്. ഓക്കെ, ലോക്കർ കോഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ കത്രിക എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതെന്താണ്? ഓ, കോയിനാണ് ഗൈസ്. ഓക്കെ, കോയിനാണ്. നമുക്ക് എന്തായാലും താഴത്തേക്ക് പോകണം ഗൈസ്. ഓക്കെ, അമ്മച്ചി വന്നു കഴിഞ്ഞാൽ തീർന്ന് ഗൈസ്. ഇവിടെ ഒന്നൊരു തേങ്ങയില്ല. നമുക്ക് ആ കോഡ് എങ്ങനെയും കണ്ടുപിടിക്കില്ല. ലോക്കർ കോഡ് ഇവിടെ അടുത്ത് ഉണ്ടോ എന്ന് നോക്കണം ഗൈസ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം ഗൈസ്. ഇതെന്താണ്? ആ, കോയിനാണ് ഗൈസ്, കോയിനാണ്. ഇവിടേക്കാണ് മിക്കവാറും ആ ലോക്കർ കോഡ് ഉണ്ടാവാറ്. ഓ ഗൈസ്, ഇവിടെ ഇല്ല ഗൈസ്. ഓക്കെ, ഇവിടെ ഇല്ല സംഭവം. ലോക്കർ കോഡ് ഇവിടെ ഇല്ല. ഓ ഗൈസ്, ലോക്കർ കോഡ് ഇവിടെ ഇല്ല. നമുക്ക് എന്തായാലും തിരിച്ച് അപ്പുറത്തേക്ക് തന്നെ പോവാം. ലോക്കർ കോഡ് എന്തെങ്കിലും കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, അമ്മച്ചി മേളിലാണ്. ഇവിടെ ഉണ്ടോ ഗൈസ്? ഇവിടെ ഉണ്ട് ഗൈസ്. ഇതാണ്, ഇത് തന്നെ ഗൈസ്. ലോക്കർ കോഡ് നമുക്ക് അങ്ങനെ ഫൈനലി കിട്ടിയിട്ടുണ്ട്. ലോക്കർ കോഡ് വെച്ച് കത്രിക എടുക്കണം ഗൈസ്. മിക്കവാറും ആടിൻ്റെ തല ഉണ്ടാവാറ് ബാത്റൂമിലാണ് ഗൈസ്. ആടിൻ്റെ തല ഉണ്ടാവാറ് അവിടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലില്ല ഗൈസ്. ഇവിടെയാണ് നമുക്ക് കത്രിക ഉള്ളത്. ഓക്കെ, ഹെയർ വി ഗോ. കത്രിക കിട്ടി ഗൈസ്. ഓക്കെ, കത്രിക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. കത്രിക അങ്ങനെ നമുക്ക് ഫൈനലി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി കത്രിക കൊണ്ട് നമ്മൾ മേളിൽ ചെന്ന ആ വള്ളി, അതായത് ആ കയറ് നമ്മൾ കണ്ടിച്ചിടണം. അതിൻ്റെ ചിറക് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇതൊന്നും അല്ല ഗൈസ് ടഫ്. ഇതിനകത്ത് നമ്മൾ സാത്താനിക്ക് റിച്വൽ ചെയ്യാൻ വേണ്ടി നമ്മളല്ല ചെയ്യണേ, അത് നമ്മുടെ അമ്മച്ചിയാണ് ഗൈസ് ചെയ്യുന്നത്. അമ്മച്ചിയുടെ ഗുരു എന്തോ ആണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അമ്മച്ചിയാണ് ഈ സാത്താൻ റിച്വൽ ചെയ്യേണ്ട കേസ്. നമ്മൾ അമ്മച്ചിനെ അട്രാക്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു പണിയാണ് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ചിറക് എടുത്തിട്ടുണ്ട്. ഈ ചിറക് എന്തായാലും മേളിൽ കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കണം. ഇപ്പോൾ സാത്താനിക് റിച്വൽ ചെയ്യാൻ വേണ്ടി 2 സാധനമായിട്ടുണ്ട്. ഒന്ന് ഒരു തുണിയാണ് ഗൈസ്. ആ തുണി അവിടെ തന്നെ ഉണ്ടായിരുന്നു, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ചിറകാണ്, നമ്മൾ ചിറക് കിട്ടിയിട്ടുണ്ട്. ചിറകും കൂടി നമുക്ക് കൊടുക്കാം ഗൈസ്. ഓക്കെ, ചിറകും കൂടി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഒരു സാധനമുള്ളൂ, അത് നമ്മുടെ ആടിൻ്റെ തല തന്നെയാണ് ഗൈസ്. ഓക്കെ, അത് നമുക്ക് എന്തായാലും എടുക്കാൻ പോകണം. അത് മിക്കവാറും ബാത്റൂമിലായിരിക്കും ഗൈസ്. കാരണം എനിക്ക് കുറേ പ്രാവശ്യം എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്, ബാത്റൂമിൽ നിന്നാണ് കിട്ടിയത്. ഓക്കെ, ഇവിടെ ഉണ്ടോ ഗൈസ്? ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല. ഓ ഗൈസ്, ഈ ബാത്റൂമിൽ ഇല്ല. അപ്പോൾ പിന്നെ അപ്പുറ ബാത്റൂമിലും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഉണ്ടാവും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇല്ല ഗൈസ്. ഇവിടെ ഇല്ല ഗൈസ്. പിന്നെ എവിടെ ആയിരിക്കും? ബാത്റൂമിലില്ല ആടിൻ്റെ തല. ഓ ഗൈസ്, ഇനി നമ്മൾ എവിടെ പോയി നോക്കും ഗൈസ്? ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് ക്രൗബാർ എടുക്കണം. ക്രൗബാർ എടുത്ത് നമുക്ക് എന്തായാലും അപ്പുറം പോയി നോക്കാം ഗൈസ്. ഓക്കെ, ക്രൗബാർ എടുത്ത് നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് പോകണം. ഇവിടെ ഒരു പലക ഇളക്കാനില്ലേ? ഓക്കെ, ഇവിടെ ഒരു പലക ഇളക്കാനുണ്ട്. നമ്മൾ ആ പലക എന്തായാലും ഇളക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഈ വഴി പോകണം ഗൈസ്. എന്നാലും ആടിൻ്റെ തല എവിടെയായിരിക്കും ഗൈസ്? ഓക്കെ, ഓ ഗൈസ്, ഈ ഇരിക്കുന്നു. ഓ ഗൈസ്, ഗോഡ്സ് ഹെഡ്. നമുക്കങ്ങനെ ആടിൻ്റെ തല ഫൈനലി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഈ ആടിൻ്റെ തല നമ്മൾ മേളിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആകും ഗൈസ്. പക്ഷേ അമ്മച്ചിയാണ് ഈ സാത്താനിക് റിച്വൽ ചെയ്യുന്നത്. അപ്പോൾ അമ്മച്ചിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവരണം. അത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ് ഗൈസ്. ഓക്കെ ഓക്കെ, നമുക്കെന്തായാലും ഇത് മേളിൽ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. എനിക്ക് പിന്നെ വേറെ പാടായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ആ മിനി ഗെയിമാണ് ഗൈസ്. കാരണം ഞാനത് കുറേ നോക്കി, അതിനകത്ത് 100 പോയിൻ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് മാസ്കിൻ്റെ പീസ് കിട്ടത്തുള്ളൂ ഗൈസ്. ഓക്കെ, അത് ഞാൻ കുറേ നോക്കി, എനിക്കത് പറ്റില്ല.
നമ്മൾ പക്ഷേ അത് എങ്ങനെയും സെറ്റ് ആക്കും ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അമ്മച്ചിനെ അട്രാക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം ഗൈസ്. അത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. അമ്മച്ചി ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നണേ. നോക്കാം. ഓ ഗൈസ്, അമ്മച്ചി അവിടെ ഉണ്ട്. അമ്മച്ചി നമ്മളെ കണ്ട് ഗൈസ്. അമ്മച്ചി വരുന്നുണ്ടോ? ഓ ഗൈസ്, അമ്മച്ചി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും വേഗം പോകണം. അമ്മച്ചി അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരണം ഗൈസ്. കാരണം അമ്മച്ചിയാണ് സാത്താനിക് റിച്വൽ ചെയ്യണേ. അപ്പം നമുക്കൊരു കോഡ് കിട്ടും. ആ കോഡ് വെച്ച് നമുക്ക് താഴെ ഒരു ഡോറ് തുറക്കാനുണ്ട് ഗൈസ്. ആ ഡോറ് തുറക്കണം. അയ്യോ